വാരണാസിയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തപ്പോ മുതലേ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു ബാങ്ക് കുടിച്ച് നോക്കാം. അല്ലെങ്കിലേ ബോധമില്ല, നിനക്കൊന്നും ഇനി എന്തായാലും ബാങ്ക് വാങ്ങിച്ചു തരില്ലെന്നായിരുന്നു. വേണമെങ്കിൽ ഒരു പാക്ക് വാങ്ങിച്ചു തരാൻ, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്ക് വാങ്ങി ഞങ്ങൾ ട്രൈ ചെയ്തു. ബനാറസി പാക്കാണ്, നല്ല സ്വീറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് 2 ഫ്രണ്ട്സുകാർ വന്നതോടുകൂടി എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടു നിൽക്കേണ്ട അവസ്ഥയായി ചൈന. വാരണാസിക്ക് വണ്ടി കയറുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്തു, എവിടെയാണ് ബാങ്ക് കിട്ടുന്നത്, നീ ആ ജംഗ്ഷനിലോട്ട് എന്നിട്ട് പേടിക്കേ നീച്ച തപ്പിയാൽ മതി എന്നാണ് അവനോട്. പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. തിരിച്ച് അവര് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. അങ്ങനെ അവര് വന്നതും ഞങ്ങൾ അവിടുത്തെ പ്രസിദ്ധമായിട്ടൊരു പേടിക്കേ നീച്ചെ വന്നേക്കാണ്. മാംഗോ ജ്യൂസാണ് കലക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കലക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പച്ച നിറത്തിലൊരു സാധനം. അങ്ങനെ സ്ട്രോ വാങ്ങിച്ച് കലക്കി ഞങ്ങളൊരു വാരണാസിയിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് ബാങ്ക് എന്ന് പറയുന്നത്. ലസ്സിയിലും ജ്യൂസിലും ഒക്കെ ആഡ് ചെയ്ത് പല ഷോപ്സിലും ഇത് അവൈലബിൾ. ഇവര് ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതാണ്. ഇപ്പൊ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾക്കൊന്നും ഫീൽ ആയില്ല. കണ്ണി കണ്ട പച്ചലേക്ക് അരച്ചതെന്ന് നമ്മുടെ കാശ് കളഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ കടക്കാരെയൊക്കെ കുറ്റം പറഞ്ഞു. പിന്നെ ഒരു മിഠായി കഴിച്ചു. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ്.